പിന്നീട് പറയുന്ന ഭാഗം എന്താണ്? വലാ യദ്രിബ്ന ബിഅർജുലിഹിന്ന ലിയുഅലമ മാ യുഖ്ഫീന മിൻ സീനതിഹിന്ന. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ ഈ കുട്ടികളുടെ കാര്യമൊക്കെ പറഞ്ഞല്ലേ, ഇതിന്റെ കൂടെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു കാര്യം കൂടി, അടുത്ത ബന്ധുക്കളാണ് എന്ന നിലക്ക് എല്ലാം ഇങ്ങനെ യാതൊരു വിധത്തിലുള്ള നിയന്ത്രണങ്ങളുമില്ലാതെ അടുത്തിടപഴകുന്നൊരു സ്വഭാവമുണ്ട് നമ്മുടെയൊക്കെ നാടുകളിൽ. അവിടുന്ന് പറഞ്ഞു, വളരെ കൃത്യമായി പറഞ്ഞു, ഇയ്യാകും വദ്ദുഖൂല അലൻ നിസാ, സ്ത്രീകൾക്കരികിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നത് സൂക്ഷിക്കണം. അപ്പൊ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അഫറഅയ്തൽ ഹമുവ, ഹമുവിനെ കുറിച്ച് എന്താണ് അങ്ങയുടെ അഭിപ്രായം? ഹമുവ് എന്ന് പറഞ്ഞാൽ ഭർതൃ ബന്ധുക്കളാണ്, ഭർത്താവിൻ്റെ സഹോദരൻ, ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ, ഭർത്താവിൻ്റെ അനുജൻ, അങ്ങനെ ഭർത്താവുമായി ബന്ധപ്പെട്ട കുടുംബത്തിലുള്ള ആ നിലക്കുള്ള ആളുകൾ. ബാപ്പയല്ലാത്ത, ഭർതൃപിതാവല്ലാത്ത അവർ മെഹറമാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതല്ലാത്ത മറ്റു ബന്ധപ്പെട്ട ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ കടന്നു വരുന്നതിൻ്റെ നിയമം എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് അൽ ഹമുവു അൽ മൗതു എന്നാണ്. അത് മരണ സമാനമാണ്, അത് മരണമാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അന്യയാൾ കടന്നു വരുമ്പോൾ അയാൾ കടന്നു വരുമ്പോൾ പലപ്പോഴും ശ്രദ്ധിക്കും. ഒരു സാധാ കുടുംബക്കാരൻ കടന്നു വരുമ്പോൾ ആരും അത്ര ശ്രദ്ധിക്കൂല. അപ്പൊ കൂടുതൽ അപകടത്തിന് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അടുത്ത ബന്ധുക്കളാണെങ്കിൽ പോലും മെഹറമല്ലെങ്കിൽ അവരുമായുള്ള ഇടപഴക്കത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ തന്നെയാണല്ലോ നമ്മുടെ നാട്ടിലെ പതിവ്, അങ്ങനെ തന്നെയല്ലേ? ഒരു അന്യയാൾ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നത് കാണുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കുന്നതും, നമ്മുടെ ബന്ധപ്പെട്ട ഒരു ബന്ധുവായി അറിയപ്പെടുന്ന ഒരാൾ കയറി വരുമ്പോഴും അന്യരായ ആളുകൾ അയാളെ വീക്ഷിക്കുന്ന വീക്ഷണത്തിൽ പോലും വ്യത്യാസമുണ്ടാകാറില്ലേ? എന്താ കാരണം? ഒന്ന് തികച്ചു അന്യനാണ്, മറ്റൊന്ന് വീടുമായിട്ട് ഇടപഴകുകയും ബന്ധപ്പെടുകയൊക്കെ ചെയ്യുന്നൊരു ബന്ധുവാണ്. പക്ഷേ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മഹറമല്ല. അത്തരം ആളുകളുമായുള്ള ബന്ധങ്ങളിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മുടെ സാഹചര്യങ്ങളുടെയും സന്ദർഭങ്ങളുടെയും തേട്ടം നമുക്ക് പറഞ്ഞു തരും. ഇവിടെ നമ്മൾ മുഖം പോലും മറക്കണോ ഈ ആളുടെ മുമ്പിൽ എന്നൊക്കെ നമുക്കത് അറിയിച്ചു തരും. പലപ്പോഴും പല തൊഴിലെടുക്കാനൊക്കെ വരുന്ന ആളുകളുടെ മുമ്പിൽ യാതൊരു നിലക്കുള്ള നിയന്ത്രണങ്ങളുമില്ലാതെ പലപ്പോഴും നമ്മുടെ മുസ്ലിം സഹോദരിമാരൊക്കെ ഇടപഴകാറുണ്ട്. അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടും വെള്ളം കൊടുത്തിട്ടും മറ്റു കാര്യങ്ങളും ഒക്കെ കൊടുക്കാൻ നൽകാം. പക്ഷേ അദബ് പാലിക്കണം. അവരുമായി കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കുക, അവരുമായി ശാരീരികമായി തന്നെ ശരീരത്തിൻ്റെ ടൈറ്റ് വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അവരുടെ മുമ്പിൽ ചെല്ലുക, പ്രത്യക്ഷപ്പെടുക, തലമറക്കാതെ, അതുപോലെ തന്നെ മാറുമറക്കാതെ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ നിങ്ങൾ പ്രദർശിപ്പിക്കരുത് എന്നൊക്കെ ഖുർആൻ ശക്തമായി പറഞ്ഞില്ലേ? അതൊന്നും ശ്രദ്ധിക്കാതെ വീട്ടിൽ വല്ല വേലക്കൊരാൾ കയറി വരികയാണ്, അയാൾ എല്ലായിടത്തും കയറി വരും, അവരുടെ മുമ്പിൽ ഒരു മാന്യത കാണിക്കൂല. ചിലപ്പോൾ നമ്മളുടെ വീട്ടിൻ്റെ മുമ്പിൽ പലവിധത്തിലുള്ള സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി സൈക്കിളിലും മോട്ടോർ സൈക്കിളിലും ഓട്ടോറിക്ഷയിലും ഒക്കെ ആളുകൾ വരും. അവരുടെയൊക്കെ മുമ്പിലേക്ക് പാത്രവും സഞ്ചിയൊക്കെ ആയിട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ യാതൊരു രൂപത്തിലുള്ള നിയന്ത്രണങ്ങളും പാലിക്കാതിരിക്കുക, അതൊക്കെ സൂക്ഷ്മത പാലിക്കുന്ന വിശ്വാസിനികളായ സ്ത്രീകൾ ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത്. പലപ്പോഴും അതൊന്നും അത്ര ഗൗരവമായി കാണേണ്ടതില്ല എന്ന നിലക്കായിരിക്കാം നമ്മുടെ സഹോദരിമാർ പലപ്പോഴും അങ്ങനെ ചെയ്യുന്നത്. എന്നാൽ നമ്മൾ എപ്പോഴും നമുക്ക് ഏറ്റവും പ്രാധാന്യം, നമ്മളേറെ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിനെയാണ്, അള്ളാഹുവിൻ്റെ റസൂലിനെയാണ് എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കരുത്. അപ്പം ആ നിലക്ക് അടുത്ത ബന്ധുക്കളാണെങ്കിൽ പോലും ആ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതുകൂടി നമുക്കിവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും.